17കാരനെ ക്രൂര പീഡനത്തിനിരയാക്കിയ പത്തനംതിട്ട ഓമല്ലൂരുള്ള ഗ്ലോബൽ വർഷിപ്പ് സെന്ററിനെതിരെ ഗുരുതര ആരോപണവുമായി ഇടുക്കി സ്വദേശിയായ മുൻ ജീവനക്കാരിയും രംഗത്ത്. ചെല്ലാർകോവിൽ സ്വദേശി ലിൻസിയാണ് സ്ഥാപനത്തിനെതിരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. ഇവരാണ് അണക്കര സ്വദേശിയായ 17കാരൻ സ്ഥാപനത്തിൽ മർദ്ദനത്തിന് ഇരയായി എന്ന് കുടുംബത്തെ അറിയിച്ചത്. സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരൻ ബിനു വാഴമുട്ടത്തിന്റെ നിർദ്ദേശപ്രകാരം എറണാകുളത്തെ ജോലി ഉപേക്ഷിച്ച് ഓമല്ലൂരിലെ സെന്ററിൽ ചേരുകയായിരുന്നു. ഇവരുടെ 3 കുട്ടികളുടെ പഠനവും ലിൻസിക്ക് മെച്ചപ്പെട്ട ജോലിയുമായിരുന്നു വാഗ്ദാനം. എന്നാൽ ഇവിടുത്തെ അന്തേവാസികൾ അടക്കമുള്ളവർക്ക് മോശം ഭക്ഷണം നൽകുന്നത് ചോദ്യം ചെയ്തതോടെ നടത്തിപ്പുകാരുടെ കണ്ണിലെ കരടായി മാറിയെന്നാണ് ഇവർ പറയുന്നത്. ചെറിയ ഇഷ്യൂസ് ആണ്, വളിച്ച കാര്യം കൊണ്ട് തരിക, അവിടെ ഇങ്ങനെ നല്ല ഫുഡൊന്നും ഇല്ല, അങ്ങനെയെല്ലാം പറഞ്ഞു. കംപ്ലൈന്റ് എല്ലാം പറഞ്ഞപ്പോൾ തന്നെ പാസ്റ്റർ പറഞ്ഞു നമുക്ക് നോക്കാം, നമുക്കത് പരിഹരിക്കാമെന്ന് പറഞ്ഞു. തൽക്കാലം നിൽക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ നിന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഇവന്റെ ഇഷ്യൂസ് കൂടെ വന്നപ്പോൾ എനിക്ക് പേടിയായിരുന്നു. ഇനിയിപ്പം നമ്മളെയും കൂടെ ഇതിനകത്ത് എന്നാ പറയുന്നത്, നമ്മളെയും കൂടെ ഉപദ്രവവും കാര്യങ്ങളും വരുമോ എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ പിന്നെ പോകാന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേന് ഞായറാഴ്ച വൈകിട്ട് പാസ്റ്റർ വന്ന് ഇങ്ങനെയെല്ലാം ഒന്നും സംസാരിച്ചതുമല്ല, ചെവിക്കലടിച്ച് പറക്കണമെന്നൊക്കെ പാസ്റ്റർ പറഞ്ഞു. അപ്പം ഞാൻ അന്നേരം മനസ്സിൽ ചിന്തിച്ചു, ദൈവമേ പുറത്തൊരു വേഷം ഉള്ളിൽ വേറൊരു വേഷവും ഞാൻ ആദ്യമേ ചിന്തിച്ചു.